ഒമ്പത്തത് മുസ്ലിങ്ങൾ പഠിക്കേണ്ട പാഠമാണ്. അവർക്ക് അവരുടെ ആദർശം പ്രചരിപ്പിക്കാൻ ആദ്യമായിട്ട് വേണ്ടത് സെൻറ്ററാണ്. ആദ്യമായിട്ട് വേണ്ടത് അതിന് അനിവാര്യമായ അള്ളാഹനെ മാത്രം ആരാധിക്കുന്ന പള്ളിയാണ്. വന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. മുസ്ലിങ്ങൾ ലോകത്തിൽ സ്ഥാപിക്കുന്നതായ പള്ളികളൊക്കെ അതെന്തിനു വേണ്ടിയാണ്? അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് മുസ്ലിം ലോകമേ, പള്ളികളുടെ ഉടമകളെ, നിങ്ങൾ പള്ളിയിൽ വെച്ചിട്ട് അള്ളാഹിനോടല്ലാതെ മറ്റു ശിട്ടികളോട് പ്രാർത്ഥിക്കരുത് എന്നല്ല, പിന്നെയോ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്നല്ല, പിന്നെയോ നിങ്ങൾ നിന്നിട്ട് വരാൻ സാധ്യതയുള്ള തെറ്റുണ്ട്. അതെന്താണ്? അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുന്നതോടൊപ്പം അള്ളാഹു അല്ലാത്ത അടിമകളെയും ആ പള്ളിയിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കുക എന്നതാണ്. ആ പള്ളിയിൽ വെച്ചിട്ട് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നതോടൊപ്പം മൊയ്തീൻ ഷേഖിനോടോ റിഫായ് ഷേഖിനോടോ ബദരീങ്ങളോടോ ഉള്ളാൾത്തതങ്ങളോടോ മമർത്തതങ്ങളോടോ അല്ലെങ്കിൽ ആ കാഷ്ടിക്കുന്ന മൂത്രിക്കുന്ന മനുഷ്യന്മാരോടോ ക്രിസ്ത്യാനികൾ എന്തുകൊണ്ട് അള്ളാഹു ശപിക്കപ്പെട്ടവരായി മാറി അള്ളാഹു നരകപ്പുള്ളികളാണ് എന്ന് ഖുർആനിൽ പലയിടങ്ങളിൽ മടക്കി പറയുന്നു ക്രിസ്ത്യാനികളെ കുറിച്ച്. എന്താണ് അവർ ചെയ്തത് തെറ്റ്? അള്ളാഹ് ബഹുമാനിച്ച് ആദരിച്ച, ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാത്തതായ നബിയുല്ലാഹി ഈസ അലൈഹിസ്സലാമിനെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്നതാണ്, അദ്ദേഹത്തിനെ ആരാധിച്ചു എന്നതാണ്, അദ്ദേഹത്തിനോട് പ്രശ്നം പറഞ്ഞു എന്നതാണ്. അതുപോലെ തന്നെ ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന ഷിട്ടികളാകുന്ന മുസ്ലിങ്ങളാവട്ടെ അമുസ്ലിങ്ങളാവട്ടെ, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ, ഒരു ഷിട്ടി മറ്റൊരു ഷിട്ടിയെ പൂജിക്കുകയോ ആരാധിക്കുകയോ വിളിച്ച് പ്രാർത്ഥിക്കുകയോ ചെയ്താൽ അള്ളാഹുവിന് അങ്ങേയറ്റം കോപമാണ്, ശാപമാണ്, അള്ളാഹുവിന് അങ്ങേയറ്റം ദേഷ്യമാണ്. അങ്ങനെയുള്ളവരെ ഒരു നിലക്കും സ്വർഗത്തിൽ അള്ളാഹു കടത്തുക തന്നെ ചെയ്യില്ല. അള്ളാഹ് തീർത്ത് പറയുകയാണ്, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. അള്ളാഹു പറയുന്നു, ഞാൻ അവന് സ്വർഗത്തെ ഹറാമാക്കിയിരിക്കുകയാണ്. അവന്റെ പാർപ്പിടം നരകമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലുണ്ടായപ്പോൾ അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ആരാധിക്കാൻ വേണ്ടി ഒരു പള്ളി അവിടെ ഉണ്ടായിരുന്നു. അതേതാണ്? വിശുദ്ധ കഅബ. പക്ഷേ ആ കഅബത്തിന്റെ പരിസരത്തിൽ ഈ തത്വം മനസ്സിലാക്കാത്തവരാണ് അവിടെ ജീവിക്കുന്നത് കൊണ്ട് തന്നെ നബിക്ക് അവിടെ സൗര്യമായി നമസ്കരിക്കാൻ പറ്റിയിട്ടില്ല, സൗര്യമായിട്ട് തൽബിയത്ത് ചെല്ലാൻ പറ്റിയിട്ടില്ല, സൗര്യമായിട്ട് ആ കഅബയെ തവാഫ് ധൈര്യസമേതം തൗഹീദ് സ്ഥാപിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് അള്ളാഹിന്റെ കൽപ്പന അനുസരിച്ചിട്ട് അത് പറ്റുന്ന, അതിനുതകുന്ന, അതിനു വേണ്ടി ഒരുങ്ങുന്ന നാട്ടിലേക്ക് നിങ്ങൾ പോയിക്കോളീൻ എന്ന കൽപ്പന. അതനുസരിച്ചിട്ടാണ് അള്ളാഹു ആദരിച്ച, അള്ളാഹു ബഹുമാനിച്ച, അള്ളാഹുവിൻ്റെ തൗഹീദാകുന്ന ഈ ആദർശത്തിൻ്റെ വിജയ പതാക പറപ്പിക്കാൻ വേണ്ടി അള്ളാഹു സെലക്ട് ചെയ്തതായ മദീന എന്ന, അള്ളാഹിലേക്ക് കടങ്ങിയ, അള്ളാഹ്ക്ക് അനുസരിച്ച അൽ മദീന എന്ന നാട്ടിലേക്ക് വരാൻ വേണ്ടി അള്ളാഹിൻ്റെ തീരുമാനമുണ്ടായത്.